തൃശൂർ മണ്ഡലത്തിലെ ഒളരിയിലെ സൂപ്പർ മാർക്കറ്റ്. ഇവിടെ ആളുകൾക്ക് വിതരണം ചെയ്യാൻ BJP പ്രവർത്തകർ കിറ്റുകൾ തയ്യാറാക്കുന്നു എന്ന വിവരം അറിഞ്ഞ ഉടനെ VS സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ LDF നേതാക്കൾ പ്രതിഷേധവുമായി എത്തി. ഇതോടെ കിറ്റ് വിവാദം തൃശൂരിൽ തുടങ്ങുകയായിരുന്നു. ജനാധിപത്യത്തിന്റെ ഉത്സവമെന്നാണ് തിരഞ്ഞെടുപ്പുകളെ പൊതുവെ വിളിക്കാറ്. ആ ജനാധിപത്യത്തിന്റെ ഉത്സവത്തെ, തിരഞ്ഞെടുപ്പുകളെ പണാധിപത്യത്തിന്റെ വേദിയാക്കി BJP മാറ്റുന്നുവെന്നാണ് LDF UDF ക്യാമ്പുകളുടെ പ്രധാനപ്പെട്ട ആരോപണം. അതുതന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിൽ ചർച്ചയായതും. തൊട്ടടുത്ത ദിവസം തന്നെ വാടാനപ്പള്ളിയിൽ അടുത്ത സംഭവം. വീടിനോട് ചേർന്ന ഒരു ഗോഡൌണിലാണ് കിറ്റുകൾ തയ്യാറാക്കിയിരുന്നത്. ഇവിടേക്ക് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റും നടനുമായ ദേവൻ കൂടി എത്തിയതോടെ രംഗം ചൂടുപിടിച്ചു. മണലൂരിലെ UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ തന്നെ നേരിട്ടെത്തി പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകി. ഒടുവിൽ റോഡിൽ കുത്തിയിരുന്ന പ്രതാപനെയും UDF പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തു നീക്കുന്നതിലേക്ക് വരെ കാര്യങ്ങളെത്തി. അവിടെയും തീർന്നില്ല. തൃശൂർ മണ്ഡലത്തിലെ കാച്ചേരിയിൽ അച്ചാർ കമ്പനിയിൽ തയ്യാറാക്കിയിരിക്കുന്നു ഭക്ഷ്യക്കിറ്റ്. LDF നേതാക്കളുടെ പ്രതിഷേധത്തിനൊടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തി അച്ചാർ കമ്പനി സീൽ ചെയ്തു. കിറ്റുകൾ തയ്യാറാക്കുന്നതാണ് എല്ലായിടത്തും LDFും UDFും തടഞ്ഞതെങ്കിൽ വീട്ടിൽ ഭക്ഷ്യക്കിറ്റ് എത്തിയെന്ന ഒരാൾ സമ്മതിക്കുന്ന വീഡിയോ പുറത്തു വന്നത് ചേലക്കര മണ്ഡലത്തിലെ കൊണ്ടാഴിയിൽ നിന്ന്. വാർത്ത പുറത്തു വന്നതോടെ BJP പ്രവർത്തകനായ P വാസുവിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിൽ കേസെടുത്തു. BJPയുടെ കിറ്റ് വിതരണം ഏതെങ്കിലും തരത്തിൽ ഫലത്തെ ബാധിക്കുമെന്ന ആശങ്ക രണ്ട് മുന്നണികൾക്കുമുണ്ട്, LDFനും UDFനും. എന്തായാലും വോട്ടെണ്ണി കഴിയും വരെ ആ ആശങ്ക തുടരുക തന്നെ ചെയ്യും. ബിനേഷ് ബാബുരാജിനൊപ്പം ശ്രീകുമാരൻ, 24 തൃശൂർ. പൊതുജനം കഴുതയല്ല സാർ.